ഇന്ന് നമുക്ക് ഹണി ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാം. ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യണം. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമെങ്കിൽ കമൻറ്റിൽ വന്ന് പറയാം അടിപൊളിയായിരുന്നു എന്ന്. സോ ഇതിന് വേണ്ടി നമുക്ക് 2 മുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ കശ്മീരി ചില്ലി, 1 ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡർ, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദ. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ആഡ് സോൾട്ട്. കുറച്ച് സോൾട്ട് വിടുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതനുസരിച്ചിട്ടായിരിക്കണം ഇൻഗ്രീഡിയൻസ് ഉണ്ടാവേണ്ടത്. ചിക്കനിൽ നന്നായിട്ട് പെരണ്ട് കിടക്കണം. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ചിക്കൻ ബ്രസ്റ്റ് പീസസ് ഇടാം. എപ്പോഴും ഹണി ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ബ്രസ്റ്റ് പീസസ് ആയിരിക്കും നല്ലത്. ആൻഡ് ഇത് ചെറിയ സൈസാക്കാൻ ശ്രമിക്കുക. വലിയ പീസസ് ആകുമ്പോൾ ഉള്ളിലേക്ക് ആ മസാല നന്നായിട്ട് എത്തില്ല. അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ ഹണി ഡ്രാഗൺ ചിക്കൻ്റെ ആ ഒരു ഗത്ത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യേണ്ട ഈ ഒരു മസാലയിലേക്ക് ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ആ മസാലയെല്ലാം നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. അതിനുശേഷം ഒരു 5 മിനിറ്റ്സ് പുറത്ത് വയ്ക്കുക, 5 മിനിറ്റ്സ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കുക. ഫ്രീസറിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം അതെടുത്തിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്യാനിടാം. ഫ്രൈ ചെയ്യുമ്പോൾ മാക്സിമം പീസസ് കൊള്ളിക്കാൻ പറ്റുന്ന അത്രയും പീസസ് നമ്മൾ കൊള്ളിക്കുക. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ വറുക്കുന്നത്. ഓയിലാണെങ്കിലും വറുക്കാം. ഓയിലാണെങ്കിൽ ഫ്ലേവർ വെളിച്ചെണ്ണയുടെ അത്ര ഉണ്ടാകത്തില്ല. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയുടെ ചെറിയൊരു ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ആണെങ്കിൽ വെളിച്ചെണ്ണ ഭയങ്കര ഹെൽത്തി ആണല്ലോ. സോ നമ്മൾക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് വാരി വാങ്ങാം. ഓക്കെ. അപ്പോൾ ഇത് വറുക്കുന്ന സമയത്ത് നമുക്ക് പറയാം, ഈ ഹണി ഡ്രാഗൺ ചിക്കൻ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നൊരു സാധനമാണ്. കാരണം ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇതിന് ചെറിയൊരു മധുരം ഉണ്ടാവും, പിന്നെ ആണെങ്കിൽ നല്ല എരിവുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി ആഡ് ചെയ്തത്. പിന്നെ ആണെങ്കിൽ ആ ഒരു എരിവിന് വേണ്ടിയിട്ടാണ് ചില്ലി പൗഡർ ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത്തിരി എരിവ് കൂടുതൽ വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ കശ്മീരി ചില്ലി ഒരു 1/2 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് ബാക്കി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി എരിവ് ആ ചിക്കൻ പീസസിന് കിട്ടും. ഇതിന് നമുക്ക് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനും നമ്മൾ കുറച്ച് ചില്ലി പൗഡർ ഇടും ഒരു എരിവിന് വേണ്ടിയിട്ട്. ഈ എരിവിനെയൊക്കെ നിലനിർത്താൻ വേണ്ടി, അതായത് ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി നമ്മൾ അവസാനം ആഡ് ചെയ്യും ഹണി. അതുകൊണ്ടാണ് ഇതിന് ഹണി ഡ്രാഗൺ ചിക്കൻ എന്ന് പേര് വന്നത്. അപ്പോൾ ഈ ഹണി ഡ്രാഗൺ ചിക്കൻ എന്തിൻ്റെ ഒപ്പം കഴിക്കാമെന്ന് വെച്ചാൽ ചപ്പാത്തിൻ്റെ ഒപ്പം കഴിക്കാം. പക്ഷേ ചപ്പാത്തിൻ്റെ ഒപ്പം അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റാവില്ല. ഏറ്റവും നല്ലത് പ്ലെയിൻ ഫ്രൈഡ് റൈസോ ജീര റൈസോ ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും ഇത് കഴിക്കാൻ. അപ്പം ഇത് എന്തായാലും ട്രൈ ചെയ്യണം. കാരണം ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഈ നിങ്ങളിത് കാണുമ്പോൾ തന്നെ അറിയാം, ഇറ്റ്സ് വെരി 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 സിമ്പിൾ. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുകയാണെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് വറുത്തിട്ട് പെട്ടെന്ന് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം കശുവണ്ടി ഇട്ടിട്ടൊന്ന് അതേ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഉണക്കമുളക് അരിഞ്ഞിട്ട് അത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഈ കശുവണ്ടി ഉണക്കമുളകും ഒരുമിച്ച് ഇടരുത്. ഞാനിതിനകത്ത് ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. എനിക്കത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുക. കാരണം രണ്ടിൻ്റെയും വറവിൽ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ രണ്ടും ഡിഫറെൻ്റ് ആക്കി മാറ്റി വെക്കുക. അതിനുശേഷം ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് അതിനകത്തേക്ക് ഗാർലിക് ഇടും. ഗാർലിക് ഇട്ടൊന്ന് സോട്ടേ ആയി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചില്ലി പൗഡർ ആഡ് ചെയ്യും. അപ്പോൾ ഞാൻ നോർമൽ ചില്ലി പൗഡറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് കശ്മീരി ചില്ലി ആഡ് ചെയ്യണമെന്നില്ല. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ സോയാ സോസ് ഇടുക, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇടുക. അതിനുശേഷം അതെല്ലാം മിക്സ് ചെയ്തിട്ട് കുറച്ച് സ്പ്രിംഗ് അണിയൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ വറുത്ത് വെച്ച ചിക്കനും എന്താ പറയുക കശുവണ്ടിയും പിന്നെ ആ മുളകും ഒക്കെ ഇട്ടിട്ട് അവസാനം കുറച്ച് സ്പ്രിംഗ് അണിയനും കൂടി ഇട്ട് നല്ലോണം അതിനെ കോട്ട് ചെയ്തിട്ടിട്ട് അവസാനം ഫോർ ദ സ്വീറ്റ് ടച്ച് നമ്മൾ ഹണി ആഡ് ചെയ്യും. സോ ദിസ് ഈസ് ആർ ഹണി ഡ്രാഗൺ ചിക്കൻ.